ഇന്ന് പകലത്തെ നമ്മുടെ ചിന്തയ്ക്കായി മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ശീമോന് പത്രോസ് എന്ന് പേര്. ഞാൻ ഒരിക്കൽ കൂടെ വാക്യം പറയാം, പിന്നെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. ശീമോന്, എൻ്റെ പേര് കേട്ടോ, ശീമോൻ. അപ്പോൾ ശീമോന് പത്രോസ് എന്ന് പേരിട്ടു. ശീമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളം പോലെ തുളുമ്പുന്നവനെന്ന്. എന്നാൽ പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാട്ടെ? ഒരു പാറക്കഷണം. അപ്പോൾ നമ്മളിത് കൂട്ടി പഠിക്കുമ്പോൾ വെള്ളം പോലെ തുളുമ്പുന്ന ഒരുവനെ പാറക്കഷണമാക്കി മാറ്റിയ ദൈവസ്നേഹം. ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? വെള്ളം പോലെ തുളുമ്പുന്ന ഒരുവനെ പാറക്കഷണമാക്കി മാറ്റിയ ദൈവസ്നേഹം. ഇന്ന് പകലിൽ ഈ ആരാധനയിൽ എന്നെ സേവിക്കുന്ന പ്രിയമുള്ളവരെ, ചിലരെ ഇന്ന് പകലിൽ ദൈവം ഉറപ്പിക്കുന്ന ഒരു പകലാണ്. പല സാഹചര്യങ്ങളുടെ മുൻപിൽ, അനുഭവങ്ങളുടെ മുൻപിൽ വെള്ളം പോലെ തൂകിപ്പോകുന്ന, ഒഴുകി മാറുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പകലാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വെള്ളം പോലെ തുളുമ്പുന്ന ഒരുവനെ പാറക്കഷണമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ സ്നേഹം. ചിലരെ ഈ തുളുമ്പിപ്പാൻ ചെറിയ വിഷയം മതി, കൂടുതലൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പ്രസംഗിച്ചപ്പം ഒരു കാര്യം പറഞ്ഞായിരുന്നു, എനിക്കത് അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത ആഴ്ച പോലെ വരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വേറെ സഭയുണ്ടോയെന്ന് കണ്ടോ. വെള്ളം പോലെ ഒരു ശക്കലം ഒന്ന് ചലിച്ചാൽ മതി, തുളുമ്പുന്ന നിന്നെ ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കുന്നവർ, കുറിച്ചു വെച്ചോ, നിന്നെ ഉറപ്പിച്ചെടുക്കുന്ന ഒരു പകലാണ്. പല വിഷയങ്ങളിൽ, ആത്മീയ വിഷയങ്ങളിൽ, നിന്റെ ഭൗതിക വിഷയങ്ങളിൽ, നീ ചിന്തിച്ച പല കാര്യങ്ങളിൽ അതെൻ്റെ ജീവിതത്തിൽ സാധ്യമാകുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആരാധന നിർത്താം, ആത്മീകം നിർത്താം, പണ്ടത്തേത് മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു മാറുന്ന ചിന്താമണ്ഡലങ്ങളെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു പകലാ. ദൈവം അതിൽ നിന്നൊരു വിടുതൽ നൽകുന്ന ഒരു പകലാ. നിന്നെ അതിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു പകലാ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ ശക്തിയോടെ ഇന്ന് പകലിൽ ഒരു വിടുതലിൻ്റെ പകലാ. ഒരിക്കലേ ഈ സെബദി മക്കളെല്ലാം കൂടെ പത്രോസിനെ പിടിച്ച് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവിൻ്റെ അടുക്കൽ നിന്ന പത്രോസ് ഒരൊറ്റ മുങ്ങി. പിന്നെ എവിടെ പൊങ്ങിയെന്ന് ഒരു പിടിയില്ല. പോയവൻ പോകട്ടെന്ന് കർത്താവും വിചാരിച്ചില്ല. അവൻ്റെ പുറകെ കർത്താവും പോയി. അങ്ങനെ പോയി ഗന്നസരെ തടാകത്തിൽ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഇപ്പോൾ പത്രോസിനെ കാണുന്നത് ആ പണ്ടത്തെ ആ സ്പീഡിലും ശൈലിയിലൊന്നുമല്ല, ഒരു വല്ലാത്ത അവസ്ഥയിൽ, നിരാശയുടെ നീർച്ചൂഴിയിൽ, നിരാലംബരുടെ നിരയിലേക്ക് നീങ്ങി എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ജീവിത ഭാരത്തെക്കുറിച്ച് വല്ലാതെ ഓർത്തു ഭാരപ്പെടുന്ന, കുനിഞ്ഞിരിക്കുന്ന, നിരാശപ്പെടുന്ന, മനുഷ്യൻ്റെ മുഖത്ത് നോക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ലജ്ജാകരമായ അനുഭവങ്ങളിൽ കാത്തിരിക്കുന്ന ഒരു പത്രോസിനെയാണ് കർത്താവ് കണ്ടത്. ഇന്ന് പകലിൽ ഞാനൊരു ദൂത് പറയട്ടെ. നിൻ്റെ ജീവിതത്തിൽ നിരാശയുടെ നീർച്ചൂടിയിൽ, നിരാലംബരുടെ നിരയിലേക്ക് നീങ്ങി അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്നറിയാൻ വയ്യാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ കടന്നു വന്ന് നിന്നെ ഉദ്ധരിക്കുന്ന ഒരു സർവശക്തനുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഈ എത്ര വലുതാണെങ്കിലും ഇന്ന് പകലിൽ അതിൽ നിന്ന് നിനക്കൊരു ഉദ്ധാരണം തരാൻ എൻ്റെ കർത്താവ് നിന്റെ അടുക്കൽ വരികയാണ്. നീ അതിന് ഉപവാസം പ്രഖ്യാപിച്ചില്ല, നീ അതിന് സമരം പ്രഖ്യാപിച്ചില്ല, നീ അതിന് പ്രത്യേക തീരുമാനങ്ങളൊന്നും എടുത്തില്ല, എങ്കിലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളറ കാണുന്ന ആ സർവശക്തൻ നിന്റെ അടുക്കലേക്ക് തേടി വരുന്ന ഒരു നിമിഷം. യെസ്, ഇന്ന് പകലിൽ ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. മനുഷ്യനോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത
പല വിഷയങ്ങൾ, അതിൻ്റെ മുൻപിൽ നിരാശപ്പെട്ടിരിക്കുന്ന നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നൊരു കർത്താവ്. നീ പോകുന്ന വഴിക്ക് പോകട്ടെന്ന് പറഞ്ഞു വിടുന്നവനല്ല എൻ്റെ ദൈവം. നിന്റെ അടുക്കൽ വന്ന് നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തരുന്നവനാണ്. ഈ പത്രോസിൻ്റെ അടുക്കൽ വന്ന് കർത്താവ് ഒന്നും പറഞ്ഞില്ല. കർത്താവ് പ്രസംഗിക്കുകയാണ്. ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസ്, എൻ്റെ ഒരു ഭാവനയാണ്, ഇങ്ങനെ മാറി നിന്ന് ഈ പ്രസംഗം എല്ലാം കേൾക്കുകയാണ്. പ്രസംഗം കേൾക്കുന്നെങ്കിലും തൻ്റെ ആഗ്രഹം എനിക്ക് എങ്ങനെങ്കിലും കുറച്ച് മീൻ വേണമെന്നുള്ളതാണ്. കാരണം മീൻ പിടിക്കാനാണല്ലോ വന്നത്. പ്രസംഗം കേൾക്കുന്നെങ്കിലും ജീവിതഭാരത്തെക്കുറിച്ചുള്ളൊരു ചിന്ത, എനിക്കെങ്ങനെങ്കിലും കുറച്ച് മീൻ വേണം. പ്രസംഗമെല്ലാം കഴിഞ്ഞു. യേശു പത്രോസിനെ അടുക്ക വിളിച്ചു. ഇങ്ങനെ പറയുക, നീ ആഴത്തിലേക്കൊന്ന് വല വീശാൻ. വല വീശു. ഇനിയുമാണ് നമ്മുടെ പ്രസംഗം തുടങ്ങാൻ പോകുന്നത്. ആഴത്തിലേക്കൊന്ന് വല വീശാൻ. ഈ പത്രോസ് ഇങ്ങനെ പറയാനിരിക്കട്ടെ, കർത്താവേ, കഴിഞ്ഞ രാത്രി ഞാനിവിടെ ഈ വീശായ വീശു മൊത്തം വീശിയതാണ്. ഒരു മീൻ പോലും ഇല്ലെന്നുള്ളത് ഇതെൻ്റെ അനുഭവമാണ്. ഇതെൻ്റെ അനുഭവം. കഴിഞ്ഞ രാത്രി മൊത്തം വീശി ഞാൻ വലയും വൃത്തിയാക്കി വീട്ടിൽ പോകാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിമിഷത്തിലാണ് കർത്താവ് വരുന്നത്. എൻ്റെ അനുഭവം പറയുന്നു ഇവിടെ മീനില്ലെന്ന്. യേശു പറയുന്നു അവിടെ വീശാൻ. അവൻ പറയുന്നു എൻ്റെ അനുഭവമാണ്, ഞാൻ രാത്രി മൊത്തം അധ്വാനിച്ചതാ, ഒന്നുമില്ല. ഈ ആത്മീക ഗോളത്തിലെ 2 ടൈപ്പിലുള്ള ആളുകളുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞത് വേർപെട്ടവരാണ്, രണ്ടാമത്തേത് വേരുപെട്ടവർ. വേർപെട്ടതുകൊണ്ട് വേരുപെട്ടതിനെ കണ്ടാൽ അറിയാം. ഒരു പ്രസംഗം വന്നു, അത് കഴിയുമ്പോൾ ഒരു ഇളറിച്ച ഇലകളെല്ലാം മഞ്ഞളിക്കാൻ തുടങ്ങി, ഒരു കാറ്റ് വന്നു, വീശി മൊത്തൂന്ന് താഴെ വീണതാണ്. ഇതാണ് വേരുപെട്ടതിൻ്റെ ഗുണം. എന്നാൽ വേർപെട്ടത് അങ്ങനല്ല. ഒരു കാറ്റ് വന്നു, ശക്തമായി ആഞ്ഞടി, ചുവടോടൊന്ന് ഇളകി, ഒരു മഴ പെയ്തു, ആ വെള്ളം വന്നതിൻ്റെ ചുവട്ടിലോട്ട് ഇറങ്ങി, ഇതാർത്ത് വളരാൻ ഞാൻ ചോദിക്കുന്നു, നിൻ്റെ വേര് പട്ടതാണോ? നിന്നെ കണ്ടറിയാം, നിൻ്റെ മുഖത്ത് നോക്കി അറിയാം ഇത് വേര് പട്ട് നിൽക്കുവാണോ, ഇത് വേർപെട്ടതാണോ? ഈ വേർപെട്ടതിൻ്റെ പ്രത്യേകത എന്തു പറഞ്ഞാലും വിശ്വസിക്കും. എന്നാൽ വേര് പട്ടവൻ എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യും. ഇത് ഈ സഭയിലും ഉണ്ടെന്ന്. ഈ സഭയിലല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പറഞ്ഞാലും, പാസേ നമുക്കത് വേണോ, അല്ലെങ്കിൽ അതങ്ങനാണോ, എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടർ. എന്നാൽ കർത്താവ് പറയുന്നതിനെ വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇന്ന് പകലിൽ നീ ചിലത് കണ്ടേ ഇവിടുന്ന് പോകൂ, നീ ചിലത് പ്രാപിച്ചേ ഇവിടുന്ന് പോകൂ. ഇന്ന് പകലിൽ നിനക്ക് ചിലത് തരാൻ ദൈവം ശക്തനാണ്. പക്ഷേ കർത്താവ് നിന്നോട് ചിലത് പറയും, അത് ചെയ്യാൻ നീ തയ്യാറാണോ? ഇന്ന് നമ്മുടെ ആൾക്കാർക്കെല്ലാം കർത്താവ് പറയുന്നത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കൊട്ടെല്ലാം വേണം. ഇന്നത്തെ രീതികളെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി, കൈയും വീശി വന്നാൽ മതി, ഞങ്ങളൊരു ബെൻസ് കാറെങ്കിലും ഏറ്റവും കുറഞ്ഞ് തന്ന ഒറ്റ പ്രാർത്ഥന. അതുപോലെ അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങൾ മാത്രം കൊള്ളുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വീശി ഊപ്പാട് വന്നിരിക്കുന്നവനോട് കർത്താവ് പറയുക, നീ ഇനി ഇച്ചിരി കൂടെ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുമോ? ഉറക്കളപ്പുണ്ട്, ക്ഷീണമുണ്ട്, ആവശ്യബോധമുണ്ട്. നാളെ ഞാൻ കുറച്ച് പേർക്ക് മീൻ കൊടുക്കാമെന്നും പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എവിടുന്ന് ഞാൻ കൊണ്ട് കൊടുക്കും? ഇങ്ങനെ വളരെ ഭാരപ്പെട്ട്, അതും വല കഴുകി വൃത്തിയാക്കി, അവൻ്റെ വണ്ടിയും കഴുകി വൃത്തിയാക്കി വീട്ടിൽ ഇരിക്കുന്നവനോടാണ് പറയുന്നത്, നീ ഇനി എന്തോ ചെയ്യാൻ? ഈ ദൈവം ചിലത് ചെയ്യാൻ പദ്ധതിയിട്ടാൽ നിന്നോട് ചിലത് ചെയ്യാൻ പറയും. അത് നിനക്ക് ചെയ്യാമോ?
ചെയ്യാൻ നീ തയ്യാറാണോ? ആണെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ചിലത് ചെയ്യാൻ നീ തയ്യാറാണോ? ഇന്ന് ഈ പകലിൽ ചിലത് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ ദൈവം തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ നിന്റെ സാഹചര്യങ്ങളിൽ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നിന്റെ അവസ്ഥയിൽ മാത്രമല്ല, ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്. പണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ വന്നാൽ പണ്ടത്തെ പാസ്റ്റർമാർ, ഇപ്പോഴത്തെ ഞാൻ ചോദിക്കാൻ പറ്റിയല്ല, പണ്ടത്തെ പാസ്റ്റർമാർ ചോദിക്കും, രക്ഷിക്കപ്പെട്ടതാണോ? ഉടനെ അവൻ പറയും രക്ഷിക്കപ്പെട്ടതാണ്. അടുത്തത് എന്തോ ചോദിക്കും, ജ്ഞാനപ്പെട്ടതാണോ? ഇന്നിപ്പോൾ അതൊന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചു പോയെങ്കിൽ പണി ക്ലോസായി. വന്ന ഉടനെ അങ്ങനെ ചോദിക്കും. പണ്ടത്തെ അപ്പച്ചന്മാരങ്ങനെ ആയിരുന്നു. ഒരു ചോദ്യം ചോദിച്ച് അതിൽ നീ കറക്റ്റ് ആണെങ്കിൽ ആ സമയം വിടുതല. അതാണ് വ്യവസ്ഥയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ കൈ സ്പ്രിങ് പോലെ വളഞ്ഞിരുന്ന ഒരുത്തൻ കർത്താവിൻ്റെ അടുത്ത് വന്നു. അവൻ്റെ കൈ, ഇടത്തെ കൈയോ വലത്തെ കൈയോ ഏതോ ഒരു കൈ സ്പ്രിങ് പോലെ വളഞ്ഞിരിക്കുക. കർത്താവിൻ്റെ അടുത്ത് വന്നു. പിന്നെ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്? അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ഉടനെ കർത്താവ് പറഞ്ഞ എന്താ, എന്നാൽ ആ കൈ ഇങ്ങോട്ടൊന്ന് നീട്ടാൻ. ഉടനെ ഇവൻ ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണ് കേട്ടോ. അവൻ ഏതാണ്ട് ഒരു നല്ല കുടുംബത്തിലൊക്കെ ജനിച്ചവനാണ്. ഈ കൈയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നാക്കിനൊക്കെ ആണെങ്കിൽ നല്ല കഴിവാണ്. ഉടനെ ഇവൻ പറയാം, കർത്താവേ വയസ്സ് 40 എനിക്ക് ആകെപ്പാടുള്ളൊരു സോക്കേട് കൈ നീട്ടാൻ വയ്യ എന്നുള്ളതാണ്. പിന്നെ കർത്താവിനോട് പറയുന്നത് എങ്ങനെ, എന്തുവാ പറയുന്നത്, കൈ നീട്ട. എൻ്റെ സോക്കേട് എന്താ? കർത്താവിനോട് പറയുന്നത് എന്താ? യുക്തി കൊണ്ട് ചിന്തിച്ച അച്ഛാ പിടികിട്ടുമോ? നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഇത് പിടികിട്ടുമോ? എൻ്റെ കൈ നീട്ടാൻ വയ്യ എന്നുള്ളത് കഴിഞ്ഞ 40 വർഷത്തെ എൻ്റെ അനുഭവമാണ്. പല ആശുപത്രികളിൽ ഞാൻ കൊണ്ട് കാണിച്ചു, ഈ കൈ ഒന്ന് നൂത്ത് തരാമോന്ന്. അവിടുത്തെ ഡോക്ടർമാരൊന്നും ഒക്കെ പറഞ്ഞു സാധ്യമല്ല. അത് എൻ്റെ അറിവാണ്. അറിഞ്ഞും അറിയാതെയും പലപ്പോഴും ഈ കൈ ഒന്ന് നീട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എൻ്റെ കൈ നീണ്ടിട്ടില്ല. ഇതെൻ്റെ അനുഭവമാണ്. അറിവ് പറയുന്നു സാധ്യമല്ലെന്ന്, അനുഭവം പറയുന്നു സാധ്യമല്ലെന്ന്, എൻ്റെ യേശു പറയുന്നു സാധ്യമാണ്. അനുഭവം പറയുന്നു ഒരിക്കലും ഇത് നടക്കില്ല, അറിവ് പറയുന്നു ഒരിക്കലും നടക്കില്ല. അനുഭവം ജീവിതത്തിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, അനുഭവം ജീവിതത്തിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, യേശുവിൻ്റെ ഒരു വാക്ക് അനുഭവങ്ങളെ മാറ്റിവെച്ച്, അറിവുകളെ മാറ്റിവെച്ച് അവൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നിന്ന നിപ്പിൽ വിശ്വാസത്താൽ ആ കൈയൊന്ന് നീട്ടാൻ ശ്രമിച്ചു. ഇതങ്ങ് നീണ്ടു. ഇതാ ദൈവത്തിലുള്ള വിശ്വാസം. വിശ്വസിക്കുന്നവർ ശക്തിയോടെ പോരാ ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. അനുഭവം പറയുന്നു സാധ്യമല്ലോ, അറിവ് പറയുന്നു സാധ്യമല്ലോ, എൻ്റെ യേശു പറയുന്നു സാധ്യമാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും, വർഷങ്ങളുടെ പഴക്കമുണ്ടാകും. എന്നാൽ ഇന്ന് പകലിൽ എൻ്റെ യേശു പറയുന്നു അനുഭവം അവിടെ നിൽക്കട്ടെ, അറിവ് അവിടെ നിൽക്കട്ടെ. അവന്റെ വാക്കതിന്റെ ഇടയിലേക്ക് കടന്നു വരികയാണ്. അത് ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? പ്രതിസന്ധികൾ നിനക്ക് ഒത്തിരിയുണ്ട്, വേദനകൾ ഒത്തിരിയുണ്ട്, ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. യെസ് ശക്തിയോടൊന്ന് ശ്രദ്ധിച്ചാണ്. നിന്റെ വിഷയങ്ങൾക്ക് എത്ര പഴക്കമുണ്ടെങ്കിലും ഇന്ന് പകലിൽ വിടുവിപ്പാൻ കഴിയുന്നവൻ നിന്റെ അടുക്കൽ. പക്ഷെ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. തയ്യാറാണോ? ഇന്ന് നമുക്ക് ചെറിയ പ്രശ്നം മതി, നമ്മുടെ വിശ്വാസവും പോയി, നമ്മുടെ പ്രത്യാശയും പോയി, എല്ലാം പോയി. കഴിഞ്ഞ ആഴ്ച ഇച്ചിരി തീരുമാനമൊക്കെ എടുത്തായിരുന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോഴത്തേന്, ഈ പണ്ടൊരു സായിപ്പ് ഇവിടെ അല്ല, നമ്മുടെ നാട്ടിലൊരു സഭായോഗത്തിന് വന്നെന്ന് പോലും. സഭായോഗത്തിന് വന്നിട്ട് എല്ലാവരുടെയും സാക്ഷ്യം കേട്ടിട്ട് അവസാനം സായിപ്പ് പാസ്റ്ററോട് ഇങ്ങനെ ചോദിച്ചെന്ന് പോലും. സായിപ്പ്, ഈ കസ്റ്റംസും പ്രയാസംസും എന്ന് പറഞ്ഞാൽ എന്താണ്? സായിപ്പ് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ആ കഥ മനസ്സിലാവുന്നു. എല്ലാവരും പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മൊത്തം എനിക്ക് കഷ്ടതയും പ്രയാസവും. സായിപ്പ് വിചാരിച്ച് ദൈവത്തിൽ നിന്ന് ഇവർ പ്രാപിച്ച ഏതാണ്ട് വലിയൊരു സംഭവമാണ്. കാരണം ഒരു ചെറിയ പ്രശ്നം മതി. നമുക്കെല്ലാം എന്താ,
ഈ വേട്ടമല പീലിപ്പോസ് എന്ന് പറയുന്നൊരു ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരുപാട് പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ അദ്ദേഹം കൺവെൻഷൻ സ്റ്റേജിൽ അന്നൊക്കെ കയറി നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നെന്ന് പോലും. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ വീട്ടിൽ 3 വെപ്പ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞുനാളിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ 3 നേരം വെക്കുന്നത് ലണ്ടനിലുള്ളവരൊന്നും അല്ല. പേർഷ്യക്കാരും കുറവാണ്, അമേരിക്കക്കാരും കുറവാണ്, പിന്നെ മലേഷ്യക്കാരും സിംഗപ്പൂരുകാരും അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവരുടെ വീടൊക്കെയാണ് ഓടിട്ടത്. അവരുടെ വീട്ടിലൊക്കെയാണ് ഈ 3 നേരം വല്ലതും വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പട്ടിണിയിൽ കഴിയുന്ന കാലം ഈ വേട്ടമല പീലിപ്പോസ് സ്വദേശി മുണ്ട് നന്നായി മുറുക്കി കൊടുത്തിട്ട് കൺവെൻഷൻ സ്റ്റേജിൽ കയറി പറയുന്ന ഒരു വാക്കുണ്ട്: ഞങ്ങളുടെ വീട്ടിൽ 3 വെപ്പ, വൈകിട്ട് അത്താഴം വെക്കും, രാവിലെ തേച്ച് മഴയ്ക്ക് വെക്കും, ഉച്ചയ്ക്ക് വേണ്ടാന്ന് വെക്കും. എത്ര വെപ്പായി? കഷ്ടതയുടെ കഠിനശോധനയിൽ കൂടി കടന്നു പോയാലും ആ വാക്കുകളുടെ പ്രത്യാശയ്ക്ക് എന്ത് ഉത്തേജനമുണ്ട്. ഇതിനാ പറയുന്നത്, ഒരു സാക്ഷി എന്തോ ചെയ്യും. ഇന്നൊരാൾ സാക്ഷി പറഞ്ഞു പോയാൽ ബോംബിട്ടതുപോലെ ആയിപ്പോവും. ആകെപ്പാടൊരു വല്ലാത്ത അന്തരീക്ഷമായി പോവും. അപ്പോൾ പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഇല്ലെന്നുള്ളതല്ല. അതിൻ്റെ മുമ്പിൽ നമ്മുടെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം? പ്രത്യാശയോടുകൂടെയുള്ള. അതുകൊണ്ട് ഈ കഷ്ടതയുടെ നടുവിലും നിന്നെ ഉദ്ധരിക്കുന്ന ഒരു കർത്താവ് നിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞത്, അനുഭവങ്ങളുടെ പഴക്കത്തിലും അറിവുകളുടെ പഴക്കത്തിലും പലതും നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും യേശുവിൻ്റെ വാക്കിനെ ഉള്ളിലേറ്റെടുത്ത് നീ വിശ്വാസത്താൽ ഒന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കാൻ തയ്യാറാണ്. 2 കണ്ണും കാണാൻ വയ്യാത്ത ഒരുത്തൻ കർത്താവിൻ്റെ അടുത്ത് വന്നു. അവൻ്റെ 2 കണ്ണിനും കാഴ്ചയില്ല. കർത്താവിൻ്റെ അടുത്ത് വന്നു. പിന്നെ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ? കർത്താവ് എന്താ ചെയ്തത്? പല നിലയിലുള്ള ശുശ്രൂഷകൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കർത്താവ് ചെയ്ത ശുശ്രൂഷ എന്താണെന്നറിയാവോ? കുറച്ച് മണ്ണ് ഇങ്ങോട്ട് എടുത്തിട്ട് അതിലോട്ട് തുപ്പി, ഇല്ലേ, അങ്ങനല്ലേ, തുപ്പി, എന്നിട്ട് മണ്ണ് കുഴച്ചു ഇവൻ്റെ കണ്ണയിലോട്ട് തേച്ചു. നിങ്ങളൊന്ന് ഓർത്തേ, നിങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ കുഴികളൊന്ന് ഓർത്തേ. എന്തോ വലിയ കുഴിയാണ്. ചിലരുടെ കണ്ണിങ്ങനെ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുക, അപ്പോൾ അവിടെ കുഴി കുറവാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ആ കണ്ണിൻ്റെ കുഴി എന്ന് ഓർത്താൽ മതി. ഈ കണ്ണിൻ്റെ കുഴി അടയണേ എന്തുമാത്രം മണ്ണ് വേണം? അത് കുഴച്ചെടുക്കണ്ടേ? അപ്പോൾ അതിന് എന്തുമാത്രം തുപ്പൽ വേണം? ഇവൻ്റെ കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് പൊതുവെ രാത്രിയും പകലുമെങ്കിലും തിരിച്ചറിയാമെന്നാണ് പൊതുവെ പറയുന്നത്. രാത്രിയും പകലും ഇവനുണ്ടടാ തപ്പിത്തടഞ്ഞ് ഇവിടെ വന്നതാ. ഇവൻ്റെ ഉള്ള കാഴ്ചയും കൂടെ ആരടച്ചു? കർത്താവ് അടച്ചു. രാത്രിയും പകലും ഇങ്ങോട്ട് വന്നപ്പോൾ തിരിച്ചറിയായിരുന്നു. ഇപ്പോൾ ഉള്ളതൂടെ അങ്ങ് അടഞ്ഞു പോയി. ഉടനെ ഇവൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാതിരിക്കട്ടെ, ഞാനൊരു പാവത്താനായതുകൊണ്ടല്ലേ എൻ്റെ അടുത്ത് ഈ പണി കാണിച്ചത്. ഒരിച്ചിരി മൈദാമാവോ ഗോതമ്പ് മാവോ അതുപോലുള്ള ഏതെങ്കിലും ഒരു മാവിനകത്ത് ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കുഴച്ച് എൻ്റെ കണ്ണയിലോട്ടൊന്ന്, ഇതെന്തൊരു ശുശ്രൂഷയാണ്? ഇങ്ങനെയാണോ കർത്താവ് ചെയ്യുന്നത്? മാത്രമല്ല എൻ്റെ ഉള്ള കാഴ്ചയും കൂടെ പോയി. ഇനി അതെല്ലാം അങ്ങ് പോട്ടെ. എന്നിട്ട് പറയുക, നീ എവിടെ പോയി കഴുകാനാ? ശീലോക്കാൻ കുളത്തിൽ പോയി. നിങ്ങൾ നോർത്തെ അവൻ്റെ അവസ്ഥ. നീ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പം കർത്താവ് ചിലത് പറയുന്നത് നിനക്ക് ഭാരമായി തോന്നരുത്. കർത്താവ് പറയുന്നത് ഒരു ഭാരമായി, അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ. അവനൊന്നും ചിന്തിച്ചില്ല, അവൻ നേരെ പോവുകയാണ്. ഇതൊന്നുമല്ല അവൻ്റെ ചിന്ത, എനിക്കെങ്ങനെങ്കിലും കാഴ്ച പ്രാപിക്കണം. ശീലോഹാം കുളത്തിൽ പോയി അവൻ മുഖം കഴുകി, അവന് സൗഖ്യമായി. നേരെ മറിച്ച് യുക്തി കൊണ്ട് നീ ചോദ്യം ചെയ്തായിരുന്നെങ്കിൽ വിശ്വാസത്താൽ നിനക്കൊന്നും പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് വിശ്വാസത്താൽ. ഇവിടെ ഇന്ന് ബ്ലസൻ ബാർസ് സങ്കീർത്തനം വായിച്ചു, 146 സങ്കീർത്തനം. എന്താ 147 സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്: അവൻ കരയുന്ന കാക്ക കുഞ്ഞിനും അതതിൻ്റെ
എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. അവൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ഓരോന്നിനും ഓരോ സൈസിലുള്ള ആഹാരങ്ങളുണ്ട്. ഈ കാക്ക ആർക്കെങ്കിലും ഇഷ്ടമാണോ? ആർക്കെങ്കിലും ഇഷ്ടം? എവിടെയെങ്കിലും ഇപ്പോൾ ആരാണ്ട് കാക്കയെ വളർത്തിയതായിട്ടൊക്കെ ഇന്നാളിൽ കിടക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും കാക്കയെ വളർത്തുമോ? ഒരു തത്തയാണേലും ഒരു ഒരു മൈനയാണെങ്കിലും മാടത്തെയാണെങ്കിലും ഇതിനെയൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാക്ക ആർക്കും ഇഷ്ടമല്ല. കാക്കയുടെ കളർ ഇഷ്ടമാണോ? നിങ്ങൾക്കെല്ലാം ഒരു എങ്ങനെ അത് പറയുന്നത്? കറുപ്പ് പലർക്കും ഇഷ്ടമല്ല. കറുപ്പിന് അഴകാന്നൊക്കെ പറയുന്നതിൽ അതിൻ്റെ കളർ ഇഷ്ടമല്ല. അതിൻ്റെ ശബ്ദം ഇഷ്ടമാണോ? ആണോ? അല്ല. കളർ ഇഷ്ടമല്ല, ശബ്ദം ഇഷ്ടമല്ല, അതിൻ്റെ സ്വഭാവം ഇഷ്ടമല്ല. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഇത് കൗശലക്കാരനാണെന്ന് പോലും. ആരാ? കാക്ക. അപ്പം അതിൻ്റെ സ്വഭാവം ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള ഒരു ജീവിയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, കരയുന്ന കാക്കക്കുഞ്ഞിന്. ഈ കാക്ക സാധാരണ ഈ വീടിൻ്റെ കിഴക്കേപ്പുറത്താണ് കൂട് കെട്ടുന്നത്. കാരണം അടുക്കള അവിടെ. അപ്പോൾ ഇവിടാണ് അതുകൊണ്ട് കൂട് വെക്കുന്നത്. അതുകൊണ്ട് അവിടെ കാക്ക കൂട് വെക്കുമ്പോൾ ആരെയും വിളിച്ചെന്ത് ചെയ്യും? കാക്ക കൂട് വെക്കുമ്പോഴേ എടുത്ത് താഴെ കളയും. അപ്പോൾ ഇതിനൊരു കൂട് വെക്കാൻ അവകാശമില്ല. ഇതിന് കളർ ഇഷ്ടമല്ല, ഇതിൻ്റെ ശബ്ദം ഇഷ്ടമല്ല, ഇതിൻ്റെ രീതികളൊന്നും ഇഷ്ടമല്ല. അങ്ങനെയുള്ളൊരു ജീവിയെക്കുറിച്ചാണ് ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, കരയുന്ന. നിങ്ങളും ശ്രദ്ധിച്ചേ, ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിലിരുന്ന് ഒരു കാക്ക കുഞ്ഞിങ്ങനെ കരയാന്നിരിക്കട്ടെ. ഈ കാക്കയുടെ കുഞ്ഞിൻ്റെ ശബ്ദം അവിടുന്ന് മുകളിലോട്ട് പോയി ഈ മണ്ഡലങ്ങളെ താണ്ടി അങ്ങ് വിണ്ടലങ്ങളിൽ വിഹരിക്കുന്ന വിശുദ്ധനായ ദൈവത്തിൻ്റെ കാതിലെത്തുമ്പോൾ കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ഒരു സർവശക്തനുണ്ടെങ്കിൽ. എന്താ കാക്കക്കുഞ്ഞിൻ്റെ ആഹാരം? കപ്പ കൊടുക്കാൻ പറ്റുമോ? മുള്ളു കൊടുക്കാൻ പറ്റുമോ? കാക്കയ്ക്ക് കൊടുക്കാൻ പാലുണ്ടോ? പിന്നെ എന്താ കൊടുക്കുന്നേ? കാക്കക്കുഞ്ഞിൻ്റെ ആഹാരം എന്താ? മുട്ടയെന്ന് പുറത്തു വന്ന ഉടനെ അതിങ്ങനെ വാവൊളിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നീഹാരത്തെ കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം മഞ്ഞുവെള്ളം അതിൻ്റെ വായിൽ കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ജീവിയേക്കാൾ നീ എത്രയോ ശ്രേഷ്ഠതയുള്ളതാണ്. അതിൻ്റെ ആഹാരത്തിന് പോലും എൻ്റെ കർത്താവ് മതിയായവനെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠ സൃഷ്ടിയായ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി എത്രയധികം പ്രവർത്തിപ്പാൻ എൻ്റെ കർത്താവിന് കഴിവുണ്ട്. അതുകൊണ്ട് ദൈവത്തിലൊന്ന് ശക്തിയോടെ വിശ്വസിച്ചാൽ കേട്ട വചനങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഉള്ളിൽ ഏറ്റെടുത്ത് ഒന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണുകൊണ്ട് തന്നെ ചിലത് കണ്ട് ജീവിതത്തിൽ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കും. നാളുകളുടെ പഴക്കം അതിന് ആവശ്യമില്ല, നാളുകളുടെ പാരമ്പര്യം അതിന് ആവശ്യമില്ല. ഈ നിമിഷം ഇന്ന് പകലിൽ ആരാധിച്ച് ദൈവസന്നിധി സമർപ്പിക്കുന്ന നിന്റെ വിഷയത്തിന്റെ മേൽ വിടുവിക്കുന്ന സർവശക്തൻ ഇന്ന് പകലിൽ നമ്മുടെ മധ്യയുണ്ട്. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. യെസ്, 38 വർഷം കൊണ്ട് ഒരാൾ കുളക്കര കിടക്കുക. അവിടെ വന്നിട്ട് എത്ര വർഷമായി? 38 വർഷമായി. അവനെ ഏതോ ഒരു പക്ഷവാതം പിടിച്ച് അവിടെ കിടക്കുക. 38 വർഷമായി അവിടെ വന്നിട്ട്. ഈ ബെഥേസ്ത എന്ന കുളത്തിൻ്റെ പേരെന്താണെന്നറിയോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കരുണയുള്ള കുളമെന്നാണ്. ബെഥേസ്ത എന്ന കുളത്തിൻ്റെ അർത്ഥം കരുണയുള്ള കുളം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കരുണയുള്ള കുളക്കടവിൽ ഒരു കരുണയില്ലാതെ 38 വർഷം കൊണ്ട് കിടക്കുന്ന ഒരാൾ, ഒരു കരുണയില്ല. അപ്പോൾ പേരെന്താ? കരുണയുള്ള കുളം. ഇവൻ്റെ അനുഭവം എങ്ങനെയാ? ഒരു കരുണയും അവനോട് കാണി. 38 വർഷമായി അവിടെ കിടക്കുക. കർത്താവിന് മനസ്സിലായി ഇവൻ ഇവിടെ ഇങ്ങനെ കിടന്നാൽ ഈ ബോർഡ് മാറ്റേണ്ടി വരും, സഭയുടെ ബോർഡ് മാറ്റേണ്ടി വരും, ഈ ബോർഡ് മാറ്റേണ്ടി വരും. കാരണം
ഇവൻ്റെ അനുഭവം ഓർക്കുമ്പം ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പറയുന്നത് ഒരു സാക്ഷി എന്തോ ചെയ്യും ഉളവാക്കും. ഈ കൊളക്കരയിൽ അത്ഭുതം നടക്കാഞ്ഞല്ല. ഇവൻ എന്തെങ്കിലും ഗുണമുണ്ടോ? എത്ര വർഷമായി? 38 വർഷം. വല്ല ഗുണമുണ്ടോ അച്ഛാ? അല്ല, പെന്തിക്കോസി വന്നിട്ട് എത്ര നാളായി? എന്തേലും ഗുണമുണ്ടോ അച്ഛാ? ഇവിടെ അത്ഭുതം നടക്കാഞ്ഞിട്ടാണോ? അന്നൊരു കിയാന്നും പറഞ്ഞൊരു അന്യഭാഷ പറയുന്നത് ഇന്നും അത് പറഞ്ഞുകൊണ്ടല്ല നീ ഇരിക്കുന്നത്. എന്തുവാ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്? അന്നുള്ളത് ഇന്നുകൊണ്ട്. അങ്ങനെയല്ല, ചിലത് പ്രാപിക്കാൻ. ഈ നമ്മുടെ ഇടയിൽ ഒരാൾ വന്നാൽ ഞാനൊരു ചിന്ത പറയുക. ഒരു കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വരിക. മഹനീയം ചർച്ചിലെ വിശ്വാസികളും പാസ്റ്ററും കൂടെ പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞിനെന്തോ ചെയ്യും? വിടുതൽ കിട്ടും. അതിനുവേണ്ടി കൊണ്ടുവന്ന പുറയിലിരിക്കുകയാണ്. അന്നേരമാണ് സാക്ഷിയുടെ സമയമായപ്പോൾ ഒരു അമ്മച്ചി എഴുന്നേറ്റു. അമ്മച്ചി പറയാ, ഞായറാഴ്ച ഇവിടുന്ന് പോയതിന് ശേഷം എനിക്കൊരു സ്വസ്ഥതയും ഉണ്ടായിട്ടില്ല. തിങ്കളാഴ്ച എനിക്ക് തലവേദനയായിരുന്നു. ചൊവ്വാഴ്ച എനിക്ക് അത് നെഞ്ചത്തോട്ടങ്ങിറങ്ങി. ബുധനാഴ്ച ആയപ്പം വയറ്റിലോട്ടങ്ങിറങ്ങി. വ്യാഴാഴ്ച ആയിരുന്നപ്പം കാലയിലോട്ട് വന്നു. പിന്നെ വെള്ളിയാഴ്ച ആയപ്പം 2 മുട്ടിനും വേദനയാണ്. ഞാൻ ഇന്ന് വരാനിരുന്നൊന്നുമല്ല, പിന്നെ ഇങ്ങ് വന്നേ ഉള്ളൂ. അടി തൊട്ട് മുടി വരെ. ആരാ സൗഖ്യത്തിന് വന്നിരിക്കുന്നത്? രക്ഷിക്കപ്പെടാത്ത, ഇവിടെ വന്നാൽ പ്രാർത്ഥിച്ച സൗഖ്യം വരുമെന്ന് വിശ്വാസത്തോടെ കടന്നു വന്ന ഒരാളാണ് പുറകെ വന്നിരിക്കുന്നത്. ഇവിടെ 38 വർഷം കൊണ്ട് ഇവിടുത്തെ കയ്യടിയും പായിടുന്നതിന് മുമ്പ് തുള്ളുന്ന സൈസാ. 38 വർഷമായി ഇവിടെ ഇരിക്കുക. അവരുടെ സാക്ഷി എന്താ? എനിക്ക് അടി തൊട്ട്. എങ്ങനെ അവർ വിശ്വസിക്കും? എങ്ങനെ അവർ വരും? അതുകൊണ്ട് ദൈവസന്നിധിയിൽ പുറത്തു വരുന്ന വാക്കുകൾക്കൊരു ഇമ്പമുണ്ടായിരിക്കട്ടെ. അത് ദൈവനാമ മഹത്വമായി തീരാൻ ഇടയായി തീരട്ടെ. അതുകൊണ്ട് 38 വർഷമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു ഗുണവനില്ല. യേശുവിന് മനസ്സിലായി ഇവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ തീരത്തേ ഉള്ളൂ. ഈ കുളത്തിൻ്റെ പേര് പോലും മാറ്റിയിടേണ്ടി വരും. അതുകൊണ്ട് യേശു നേരിട്ട് ഇറങ്ങി വന്നു. ഇവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ഉടനെ യേശു എന്താ പറഞ്ഞേ? നിൻ്റെ കിടക്ക എടുത്തോണ്ട് നടക്കുക. ഇവൻ പറയുക, കർത്താവേ 38 വർഷമായി എൻ്റെ സോക്കേട് നടക്കാൻ വയ്യ എന്നുള്ളതാണ്. യേശു ഇപ്പം വന്ന് എന്തോ പറയുക? നടക്കാൻ. യുക്തി കൊണ്ട് ചിന്തിച്ച പിടികിട്ടു അച്ഛ, പിടികിട്ടു. എൻ്റെ അനുഭവം എന്തുവാ? 38 വർഷത്തെ അനുഭവം നടക്കാൻ വയ്യ എന്നുള്ള. ഇപ്പം യേശു വന്ന് എന്നോട് എന്തോ പറയുന്നേ? നടക്കാൻ. ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി കാണുന്നുണ്ട്. ഇത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പല വർഷങ്ങളുടെ പഴക്കം. മാമേ, ദേശത്ത് മഴ പെയ്തിട്ട് 40 വർഷമായി. ഈ ഭൂമി ഇനിയും കുതിരണമെങ്കിൽ 40 വർഷത്തെ മഴ വേണോ? വേണ്ട. പിന്നെ ഒറ്റ മഴ മതി. നാളുകളായി പഴക്കമുള്ള നീ എഴുതിത്തള്ളിയ, നീ മാറ്റിവെച്ച ചില വിഷയങ്ങളുടെ അടുക്കലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വരികയാണ്. ഇന്ന് പകലിൽ അവനതൊന്ന് തൊടാൻ നിൻ്റെ അടുക്കലേക്ക് വരികയാണ്. നിന്നോട് സംസാരിക്കാൻ അവൻ ആഗ്രഹിക്കുക. നിൻ്റെ വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ നിമിഷം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ നിമിഷം വർഷങ്ങൾക്കച്ച, എത്ര വർഷത്തെ പഴക്കമാകട്ടെ, ഏത് രോഗങ്ങളുമാകട്ടെ, തലമുറകളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ചിലരിവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ എഴുതി തള്ളിയ വിഷയമാണേലും അവർക്ക് വേണ്ടി ചിലത് ക്രമീകരിക്കുന്ന ഒരു കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ഒന്ന് ശ്രമിച്ചാൽ, നീ ഒന്ന് വിശ്വസിച്ചാൽ, നിന്റെ അനുഭവം എന്തുവാകട്ടെ. ഇവനിവിടെ കിടക്കുക. കിടന്ന കിടപ്പിൽ യേശു പറഞ്ഞ വാക്കിനെ ഉള്ളിൽ ഏറ്റെടുത്തു. നീ കിടക്കെടുത്ത്
നടക്കാൻ. അവൻ കിടന്ന കിടപ്പിലൊന്ന് നടക്കാൻ ശ്രമിച്ചു, എഴുന്നേക്കാൻ ശ്രമിച്ചു, അവൻ എഴുന്നേറ്റു. കിടക്ക തെറുക്കാൻ ശ്രമിച്ചു, അവൻ തെറുത്തു. എടുത്ത് നടക്കാൻ ശ്രമിച്ചു, അവൻ നടന്നു. ഇതാ വിശ്വാസം എന്ന് പറയുന്നത്. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ തിരസ്കരിക്കുകയാണോ, വിശ്വാസത്താൽ ഏറ്റെടുക്കുകയാണോ? കഴിഞ്ഞ കാലങ്ങളിൽ അച്ഛാ എത്ര പ്രസംഗം നീ കേട്ടിട്ടുണ്ട്, ഏതെല്ലാം ആലോചനകൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ ആത്മീക ജീവിതത്തിന് പ്രയോജനമുള്ള എത്ര പ്രസംഗം നിന്റെ ഉള്ളിലുണ്ട്? നീ പലതും കേട്ട് തള്ളിക്കളയുന്ന ഒരു വ്യക്തിയല്ലേ? നീ രക്ഷിക്കപ്പെട്ടിട്ട് കാലങ്ങളായിരിക്കാം, പല ദൂതുകൾ നീ കേട്ടിട്ടുണ്ട്. നിന്റെ ആത്മീക ജീവിതത്തിന്, നിന്റെ നിലനിൽപ്പിന് പ്രയോജനമുള്ള ഈ എത്ര പ്രസംഗം നിന്റെ ഉള്ളിലുണ്ട്? എത്ര ചിന്തകളെ നീ ഏറ്റെടുത്തിട്ടുണ്ട്? ഇന്ന് രാത്രി ഈ പകലിൽ അതിനായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്ന ഒരു കർത്താവോട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഒരുപക്ഷെ നിനക്ക് പറയാം, എനിക്കാരുമില്ല, എൻ്റെ വേദന പറയാൻ എനിക്കാരുമില്ല, എൻ്റെ ജീവിതം ചൂണ്ടിക്കാണിക്കാൻ എനിക്കാരുമില്ല എന്നൊക്കെ പറഞ്ഞാലും എല്ലാമായി നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഒരിക്കലൊരു അമ്മച്ചി സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവമല്ലാതെ എനിക്കാരും ഇല്ല. പാസ്റ്റർ പറഞ്ഞ, അമ്മച്ചി ദൈവം ഉണ്ടെങ്കിൽ ആരില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല. ആരെല്ലാം ഉണ്ടായാലും ദൈവമില്ലെങ്കിൽ നിൻ്റെ ജീവിതം സീറോയാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ നിൻ്റെ മുമ്പിലുണ്ടാകാം, പ്രയാസങ്ങൾ നിൻ്റെ മുമ്പിലുണ്ടാകാം. ഇന്ന് പകലിൽ കർത്താവ് പറയുന്നത് ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാം. ഏലിയാവിനെ കുറിച്ച് പറയുന്നത്, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എടാ എൻ്റെ സ്വഭാവമാണോ ഏലിയാവിന്? പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എൻ്റെ സ്വഭാവമാണോ കർത്താവിനുള്ളത്? നമ്മുടെയൊക്കെ സ്വഭാവമാണോ ഏലിയാവിനുള്ളത്? ഈ ഏലിയാവിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, നീ സാരവത്തിൽ പോയി താമസിക്കുക, നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാനവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം സാരവത്തിൽ പോയി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ. ദൈവം കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്, സാരവത്തിലോട്ട് ചെല്ലുക. അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ വിറവ് പറക്കുന്നു. ഏലിയാവൊന്ന് പരീക്ഷിച്ച് കളയാന്ന് വെച്ചാൽ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു ശകലം വെള്ളം വേണം. വെള്ളം എടുക്കാൻ പോയ ആളോട് ഏലിയാവ് പറയാം, പോരാൻ നേരത്തെ എനിക്കൊരു അടയും കൂടെ കൊണ്ടുവരണം. ഉടനെ ഈ സ്ത്രീ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയുണ്ട്, ഇവിടെ ആകപ്പാടെ എനിക്ക് മനസ്സിലായത് അങ്ങനെ, ഒരടയ്ക്കുള്ള മാവുണ്ട്, അത് 2 എണ്ണം ഉണ്ടാക്കി തിന്നിട്ട് ഞാനും എനിക്കൊരു ചെറുക്കനും കൂടെ ഉണ്ട്, ഞങ്ങൾ ചാകാൻ പോവാം. കർത്താവ് എന്താ പറഞ്ഞേ? നീ അവിടെ ചെന്നാൽ മതി, ഞാനെല്ലാം കരുതിക്കൊള്ളാം. ഇവിടെ വന്നപ്പോഴോ ആദ്യത്തെ വാക്ക് തന്നെ പ്രതികൂലം. ഇപ്പോഴാ ഈ സ്ത്രീ പറഞ്ഞപ്പോഴാ ഏലിയാവിന് മനസ്സിലായി ഇവക്കൊരു ചെറുക്കനും കൂടെ ഉണ്ട്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, ചാകാൻ കുത്തിയിരിക്കുന്ന വീട്ടിലോട്ട് ജീവിക്കാൻ പറഞ്ഞു വിടുന്ന ദൈവത്തിൻ്റെ ആ തത്വം എന്താ? ചിന്തിച്ചാ പിടി കിട്ടൂ. ചിലർ വാഗ്ദത്വമൊക്കെ കേട്ടാ ഇവിടെ വന്നത്. നീ അവിടെ ചെന്നാൽ മതി, ഞാനെല്ലാം കരുതിക്കൊള്ളാം. ഇവിടെ വന്നപ്പോഴോ, എയർപോർട്ടിൽ വന്നപ്പോൾ മുതലേ പ്രതികൂലം തുടങ്ങിയത്. അവിടുത്തെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇച്ഛായിറ എണ്ണി, പിന്നെ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. വാഗ്ദത്വം എന്തായിരുന്നു? ഞാനെല്ലാം കരുതിക്കൊള്ളാം. ഇവിടെ വന്നപ്പോഴോ ഒന്നാമത്തെ വാക്ക് മുതൽ പ്രതികൂലം. എന്നാൽ ഏലിയാവ് എന്താ ചെയ്തെന്നറിയാവോ? സ്ത്രീയുടെ വാക്കിനല്ല പ്രാധാന്യം കൊടുത്തത്, ദൈവത്തിൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുത്തു. സ്ത്രീ പറയുന്നു ഇവിടെ ഒന്നുമില്ല, ദൈവം പറയുന്നു ഞാൻ അവിടെ എല്ലാം കരുതിയിട്ടുണ്ടെന്ന്. നിന്നോട് വാക്കു പറഞ്ഞ ദൈവം നിന്നെ ഇവിടെ അയച്ചെങ്കിൽ
ഞാൻ ഒന്നുകൂടെ പറയാം, അവൻ വാഗ്ദത്തം തന്നാണ് നിന്നെ ഇവിടെ അയച്ചെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഒരുപക്ഷെ നീ ഇവിടെ വന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, നിയമങ്ങൾ തിരുത്തി പോലും നിനക്ക് വേണ്ടി വാഗ്ദത്തം നിറവേറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ജോലിയിൽ ഭാരപ്പെടുന്ന വ്യക്തിയെ, നിന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തനോ. സ്ത്രീയുടെ വാക്കിന് അതങ്ങ് മറന്നേക്ക്. ഈ ലോകം നിന്നെ പലതും പറഞ്ഞ് ഭയപ്പെടുത്തും. നിന്നെ കൊള്ളത്തില്ല, നിന്നെ ഒന്നിനും ഉപകരിക്കുകയില്ല, നിനക്ക് വിദ്യാഭ്യാസമില്ല, നിനക്ക് ലാംഗ്വേജ് ഇല്ല, നിന്നെ കൊള്ളത്തില്ല, ആരോഗ്യമില്ല എന്നൊക്കെ ഒരുപക്ഷെ ലോകം വിധി എഴുതിയാലും ദൈവം വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണ്. അതുകൊണ്ട് എന്തോ ചെയ്യണം? സ്ത്രീയുടെ വാക്കിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടി, പിന്നെ നിന്നോട് വാക്ക് പറഞ്ഞ ആ ദൈവത്തിന് നീ പ്രാധാന്യം കൊടുക്കാമെങ്കിൽ മരിക്കാൻ കുത്തിയിരിക്കുന്നൊരു വീട്ടിലോട്ട് ജീവിക്കാൻ പറഞ്ഞു വിടുന്ന. പക്ഷേ ദൈവം പറഞ്ഞാൽ എന്തോ ചെയ്യും? അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് പാട്ട് പാടണമെന്നുണ്ട്, സമയമില്ല, അതുകൊണ്ട് പോകുന്നില്ല. ഒന്നിനെക്കുറിച്ച് എന്തോ ചെയ്യരുത്? സകലതും സ്തോത്രത്തോടും അപേക്ഷയോടും നിന്റെ കർത്താവിനോടൊന്ന് അറിയിക്കാമെങ്കിൽ വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. അവൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ അവനത് നിറവേറ്റും. പണ്ടാ ഇപ്പോഴെങ്ങും അല്ലേ, ഇപ്പോഴെങ്ങും നടക്കുന്ന കാര്യമല്ല. ഒരാളോട് ഒരു ദൈവദാസൻ ദൂത് പറഞ്ഞു, നിന്നെ ഞാൻ വലിയൊരു കമ്പനിയുടെ മാനേജരാക്കുന്നു. അവൻ 10ാം ക്ലാസ്സിൽ 10 വട്ടം എങ്ങാണ്ട് തോറ്റവനാണ്. അവനോടാ പറഞ്ഞത്, നിന്നെ ഞാനൊരു കമ്പനിയുടെ മാനേജരാക്കും. അപ്പം നിങ്ങൾ ചോദിക്കരുത് ദൈവം വ്യവസ്ഥ വിട്ടൊക്കെ ചെയ്യുമെന്ന്, അങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ ഒരാളുടെ ഒരു അനുഭവം കേട്ടത് ഞാൻ പറയുകയാണ്. ഇവൻ ബോംബെ ചെന്ന് ഒരുപാട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു, എങ്ങും പാസ്സാകുന്നില്ല. അവസാനം ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. വാഗ്ദത്തം എന്താ? നിന്നെ ഒരു കമ്പനിയുടെ മാനേജരാക്കാം. വിദ്യാഭ്യാസം ഇല്ലെന്ന് അവനറിയാം, എങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തം അവനങ്ങ് വിശ്വസിച്ചു. ഒരു മലയാളി ഒരു അറബിയും കൂടാണ് ഇൻ്റർവ്യൂവിന് ഇരുന്നതെന്ന് പോലും. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഇരുന്നേ ഏതോ ഒരു ഫോൺ, ഇവൻ്റെ ആ ഇൻ്റർവ്യൂ സമയത്ത് ഏതോ ഒരു ഫോൺ വന്ന മലയാളി അങ്ങോട്ടങ്ങ് ഇറങ്ങിപ്പോയി. അറബി മാത്രമേ ഉള്ളൂ. അറബി നോക്കിയപ്പോൾ ഇവൻ്റെ കയ്യിൽ ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നു. അത് ഈ 10ാം ക്ലാസ്സിൽ തോറ്റതിൻ്റെ ഓരോ വർഷത്തെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ ചുമന്ന മഷിയിലൊക്കെ ഇങ്ങനെ വരയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു, ചുമന്ന മഷിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പം അറബി വിചാരിച്ചു ഇതേതാണ്ട ഇവൻ കൂടിയ വിദ്യാഭ്യാസമുള്ളവനാണ്. അയാൾ തിരിച്ചു വന്നപ്പോഴത്തേന് ഇവനെ അറബി പാസ്സാക്കി അങ്ങ് വിട്ടു. കർത്താവ് പറഞ്ഞെന്താ? നിയമം വിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, അവൻ്റെ അനുഭവം പറഞ്ഞതാ. കർത്താവ് പറഞ്ഞെന്താ? നിന്നെ ഞാൻ കമ്പനിയുടെ, അതിനെതിരെ ഏതു മനുഷ്യൻ തടസ്സം നിന്ന് നീ അവിശ്വസിക്കരുത്, നീ നിരാശപ്പെടരുത്. എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തത്. അതുകൊണ്ട് ഇന്ന് പകലിൽ എൻ്റെ പ്രിയരെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു, നിങ്ങൾ പതറിപ്പോകരുത്. പല വിഷയങ്ങളിൽ ദൈവം വാക്ക് പറഞ്ഞിട്ട് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന നിന്റെ നിരാശ ശാസിക്കപ്പെടുന്ന ദിവസമായിരുന്നു. അതിൻ്റെ മേൽ ദൈവം ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമോട് ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. നിനക്ക് വേണ്ടി ഇന്നു പകലിൽ അടഞ്ഞ ചില വഴികളെ എൻ്റെ ദൈവം തുറക്കാൻ പോകുകയാൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞവൻ ഒരിക്കലും മാറാത്തവനാണ്. ഏത് പ്രതിസന്ധികളെയും രാജ്യത്തിന്റെ നിയമങ്ങളെ പോലും തിരുത്തി നിനക്ക് വേണ്ടി പുത്തനൊന്ന് തിരുത്തി എഴുതുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ശക്തിയോടെ ഇന്ന് പകലിൽ എൻ്റെ ദൈവം വലിയവനാ. പത്രോസേ, നീ എന്തിനാ ഇവിടെ വന്നേ? കുറച്ച് മീനിന് വേണ്ടിയല്ലേ? യേശുവിൻ്റെ പ്രസംഗം കഴിഞ്ഞ് വേണമെങ്കിൽ
പത്രോസേ, നിന്റെ പടകിൻ്റെ വാടകയായിട്ട് ഇന്നാ ഒരു 10 രൂപ കൊടുക്കാമായിരുന്നല്ലോ. യേശു പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോഴും പത്രോസിൻ്റെ ഹൃദയം ദൈവം കണ്ടു. അവൻ കുറച്ച് മീൻ പിടിക്കാൻ വന്നവന്. ആ ആഗ്രഹം ദൈവം അറിഞ്ഞു. അവന് മീൻ തന്നെ കൊടുക്കാൻ ആര് പദ്ധതി ഇട്ടു? ദൈവം പദ്ധതി ഇട്ടു. ദൈവജനമേ, നിൻ്റെ ഉള്ളിലെ ആഗ്രഹം ദൈവം അറിയുന്നുണ്ട്. എന്താണ് നിൻ്റെ ആഗ്രഹം? അതറിഞ്ഞ് നിന്നെ സഹായിപ്പാൻ ദൈവം ഇറങ്ങി വരികയാണ്. നിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എന്തോ. പത്രോസിൻ്റെ ഉള്ളിലെ ആഗ്രഹം എങ്ങനെയെങ്കിലും കുറച്ച് മീൻ വേണമെന്ന്. അത് തന്നെ ദൈവം കൊടുക്കാൻ പദ്ധതിയിട്ട്. പക്ഷെ കർത്താവ് പറയുന്നത് നീ ചെയ്യണം. ആഴത്തിലേക്ക് എന്തോ ചെയ്യണം? നീ ഒന്ന് വലയിറക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞപ്പം പത്രോസിന് വേണമെങ്കിൽ പറയാം, കർത്താവ് കഴിഞ്ഞ രാത്രി വീശ് മൊത്തം വീശി എൻ്റെ നടുവും പുറവും പുളക്കുക, എനിക്ക് ഉറക്കം വരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ അത്ഭുതം കാണാൻ പറ്റുമോ? ഇവിടെ ചിലരുണ്ട്, മതി, ഇത്രയൊക്കെ മതി, ഈ ആരാധനയൊക്കെ മതി, ഇത്രയൊക്കെ. എന്താ സഹോദരി, കഴിഞ്ഞ ആഴ്ച സഭായത്തിന് വരെ ഇങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന നിൻ്റെ ചിന്താമണ്ഡലങ്ങൾ ഇന്ന് പകലിൽ ശാസിക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ മേൽ ദൈവം ഒരു പുത്തൻ ഉണർവ് വഹിക്കാൻ പോവുകയാണ്. നിന്നെ പിൻപോട്ട് വലിക്കുന്ന, നിന്നെ നശിപ്പിക്കുന്ന ആ ദുഷ്ടശക്തികൾ ഇന്ന് പകലിൽ ശാസിക്കപ്പെട്ട് അതിൻ്റെ മേൽ നിന്റെ അനുഗ്രഹത്തെ തടസ്സമായി വെക്കുന്ന സകല തടസ്സങ്ങളും മാറ്റി ഇന്ന് പകലിൽ ഒരു പുത്തൻ വഴിയിലേക്ക് നിന്നെ ഉയർത്താൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്തോ അത് തന്നെ സഹായിപ്പാൻ എന്റെ ദൈവം മതിയായവനാണ്. ഇന്ന് പകലിൽ ശാന്തമായി ഞാനും ചോദിക്കട്ടെ. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള മുദ്രയുള്ള പേപ്പർ നിന്റെ കയ്യിലുണ്ട്. നിന്റെ ഭാവിക്കെതിരായി അത് നിൽക്കുകയാണ്. മുൻപോട്ട് വിടത്തില്ല, സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരനുഭവം. അത് അധികാരമുള്ള ഒരു പേപ്പറാണ്. നിന്നെ പിരിച്ചുവിടും, നിന്നെ അങ്ങനെ ചെയ്യും, നിന്നെ ഇങ്ങനെ ചെയ്യും. എന്നാൽ നിന്നോട് വാക്ക് പറഞ്ഞൊരു വാഗ്ദത്തം ചെയ്ത ദൈവമുണ്ട്. അവൻ്റെ വാഗ്ദത്തത്തിലൊന്ന് ഉറച്ചു വിശ്വസിക്കാമോ? രാജ്യത്തിൻ്റെ ഏതു നിയമത്തെയും തിരുത്തി നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. അക്കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ നിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളല്ല ദൈവം ഓർക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന, അവന്റെ വാഗ്ദത്തത്തെ ഏറ്റെടുത്ത നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ ഒരു പുത്തൻ വഴി ദൈവം തുറക്കുവാൻ പോകുകയാണ്. സകല അധികാരങ്ങളുടെയും മേൽ അധികാരമുള്ള ആ സർവശക്തനിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം ആ കരങ്ങളൊന്ന് തട്ടി ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുത്താണ്. ഒരു ശക്തിയോടെ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ എന്തു തന്നെയുമാകട്ടെ, നിന്റെ ഭാവിക്കെതിരായി, നിന്റെ ജീവിതത്തിനെതിരായി, നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി, നിന്റെ നന്മയ്ക്കെതിരായി, നിന്റെ ജോലിക്കെതിരായി, നിന്റെ പ്രത്യാശയ്ക്കെതിരായി, നിന്റെ ആരോഗ്യത്തിനെതിരായി ഒരു പശ വെല്ലുവിളിച്ച് നിന്നാൽ ഇന്ന് പകലിൽ എൻ്റെ ദൈവം നിന്നോട് പറയുന്നത്, ഈ ലോകത്തിന്റെ ശക്തികൾക്കപ്പുറമായി നിന്നെ ഭരിക്കുന്ന, നിന്നെ വിളിച്ചോ, നിന്നെ സ്നേഹിച്ചോ ഒരു ദൈവശക്തിയുണ്ട്. യെസ്, യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകലിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ പോരുകളും ശാസിക്കപ്പെടട്ടെ, ദൈവാത്മാവിന്റെ ഒരു നിയന്ത്രണം അവിടെ ഉണ്ടാകട്ടെ. ഇന്ന് പകല് ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾക്ക് ദൈവം വിടുതൽ നൽകുന്ന ഒരു പകലോ. പത്രോസിനെ ഒന്നാമത് കർത്താവ് സന്ദർശിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമെന്തോ അതറിഞ്ഞ് ദൈവനെ സഹായിച്ചു.
ഈ പട്ടണത്തിൽ പല പ്രതീക്ഷകളോടെ വന്ന ദൈവജനമേ, നിന്റെ പ്രതീക്ഷയ്ക്കെതിരായി ഏത് കൊടുങ്കാറ്റാഞ്ഞടിച്ചാലും ഇന്ന് പകലിൽ മുഴങ്ങുന്ന ദൈവശബ്ദം ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ നീ നിരാശിതനായി വരികയില്ല. കർത്താവിൻ്റെ നാമത്തിലാണ് ഞാനത് പറയുന്നത്. നിന്നെ അയച്ച ദൈവം, നിന്നോട് വാക്ക് പറഞ്ഞ ദൈവം, അതേത് വിഷയമായിക്കൊള്ളട്ടെ, അവൻ ജയമെടുപ്പാൻ കഴിവുള്ളവനാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ